ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 4 7ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി ഒരേ ഒരു എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 4 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമിയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ആ പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ലെറ്ററുമായിട്ട് പറന്നു പോകുന്ന ജെനിറ്റ്സുവിന്റെ ആ കുരുവീനെയാണ്. മറ്റൊരു ഭാഗത്ത് ടാൻജറോ ആണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്ത് ആ കല്ല് അവിടെ നിന്ന് തള്ളിക്കൊണ്ടു പോകുന്നു. ഇത് കണ്ട് ജെനിറ്റ്സോയും ഇനോസ്കിയും ഷോക്കായിട്ട് നിൽക്കുന്നു. ഞാനിപ്പോ ഇത് ചെയ്തേ പറ്റൂ. ഈ ഒരു മൂവ്മെന്റ് ഞാൻ വിട്ടുകളഞ്ഞ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. എന്റെ മുഴുവൻ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ശരി, ഞാൻ ഇത് കൃത്യസ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിരിക്കും എന്ന് പറഞ്ഞ ടാൻജർ അത് നീക്കിക്കൊണ്ടിരിക്കുന്നു. എന്ന ഇതൊക്കെ കണ്ട് ഇനോസ്കിക്ക് അങ്ങ് സഹായിക്കുന്നില്ല. അവനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടും പറ്റും. ലോർഡ് ഇനോസ്കി ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ കല്ല് നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവനെ കൊണ്ടൊന്നും അത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്താണ് അവൻ അത് ഉന്തി കൊണ്ടുപോകുന്നത്. ഇവർ രണ്ടുപേരും ആ കല്ല് തള്ളിക്കൊണ്ടു പോവാണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് നേരത്തെ പറന്നു വന്ന കിളി അവന്റെ അടുത്തോട്ട് വരുന്നത്. ഇതെന്താ ലെറ്ററോ എന്ന് പറഞ്ഞ അവൻ അതിലോട്ട് തന്നെ നോക്കുന്നു. ഇതേ സമയം ടാൻജറോ ആണെങ്കിൽ അവന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാണ്. അങ്ങനെ മിസ്റ്റർ ഹിമജിമയുടെ ട്രെയിനിങ് ഇതാ ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആ കല്ല് നീക്കി കൊണ്ടുപോയത് കൊണ്ട് തന്നെ അവൻക്കിപ്പോ നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ തോന്നുന്നു. പെട്ടെന്നാണ് അവന്റെ മുഖത്തോട്ട് ആരോ വെള്ളം കോരി ഒഴിക്കുന്നത്. മിസ്റ്റർ ഹിമജിമ, ഓ ഞാൻ രക്ഷപ്പെട്ടു. നമോ അമിതാഭുത്സോ, നമോ അമിതാഭുത്സോ, നമോ അമിതാഭുത്സോ. ഞാൻ മരിച്ചുപോയോ? ഇല്ല, എനിക്ക് ജീവനുണ്ട്. ആരിഗതോ ഗോസൈമസ്. ഇത് കേട്ട് ഹിമജിമ വീണ്ടും അവന് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അന്ന് സോർട്ട് സ്മിത്ത് വില്ലേജിൽ നടന്ന ആ സംഭവമില്ലേ, അന്ന് നീ നിന്റെ സിസ്റ്ററിന്റെ ജീവനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവിടെയുള്ള ആളുകളുടെ ജീവനാണ്. അതറിഞ്ഞത് തൊട്ട് എനിക്ക് നിന്നോട് ഒരുപാട് മര്യാദ തോന്നുന്നു. അത് മാത്രമല്ല, നീ ഒരു ട്രൂ സോർട്സ്മാൻ ആണ്. അതാലോചിച്ച് നീ അഭിമാനം കൊള്ളണം. ഇല്ല, നിങ്ങൾ തെറ്റായിട്ടാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു ഡിസിഷൻ അവിടെ എടുത്തിട്ടില്ല. അവിടെ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് നിസ്കോയാണ്. മാത്രമല്ല, അവരുടെ രണ്ടുപേരുടെയും പുറകെ ഡീമൺ വന്നിരുന്നു. അതിൽ ആരെ രക്ഷിക്കണമെന്ന് എനിക്ക് അപ്പൊ അറിയില്ലായിരുന്നു. സോ നിങ്ങൾ എനിക്ക് ഇത്ര മര്യാദ തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ടാൻജറോ പറയുന്നു. കുട്ടികൾ സാധാരണ വളരെ പ്യൂറും ഇന്നസെന്റും ആയിട്ടായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, അവർ പെട്ടെന്ന് കള്ളം പറയും. വളരെയധികം സെൽഫിഷ് ആയിരിക്കും. പക്ഷേ ഇവൻ അതിൽ നിന്നും ഒരുപാടധികം ഡിഫറെന്റ് ആണ് എന്ന് ഹിമജിമയും ചിന്തിക്കുന്നു. ഞാനെപ്പോഴും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെ ചെയ്യണം, അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും. പക്ഷെ ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടാവും. എന്നാൽ ആ ഒരു സമയത്തും അത് വളരെയധികം ഡേഞ്ചർ ആയിരിക്കും. അതുകൊണ്ടാ പറയുന്നേ, നിങ്ങൾ ഇത്ര റെസ്പെക്റ്റ് ഒന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ തന്ന ഈ വെള്ളത്തിനും ഈ ട്രെയിനിങ്ങിനും ഒരുപാടധികം നന്ദിയുണ്ട്. അത് കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇത് കേട്ട് ഹിമജിമെ, നീ എന്താ ഈ പറയുന്നേ? എനിക്ക് നിന്റെ മുകളിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ക്ലിയർ ആയി. സോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യ തന്നെ ചെയ്യും എന്ന് ഹിമജിമ അവനോട് പറയുന്നു. പക്ഷേ എന്തിന്? ഈ ഒരു ചെറിയ കാരണം കൊണ്ടാണോ എന്ന് ടാൻജറോ ഹിമജിമയോട് ചോദിക്കുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ അനാഥരായിട്ടുള്ള കുട്ടികളെയും ഞാൻ നോക്കുമായിരുന്നു. ആ ഒരു വീട്ടിൽ ഞങ്ങൾ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിരുന്നു. അവരെല്ലാവരും പരസ്പരം സഹായിച്ച് വളരെ സന്തോഷത്തോടെ ഒരു ഫാമിലിയെ പോലെ ആയിരുന്നു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയായിരുന്നു. ഫാമിലി ഇല്ലാത്ത കുട്ടികൾക്ക് ഫാമിലിയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം അതിലൊരു കുട്ടി രാത്രി പുറത്തു പോകരുതെന്ന ഞങ്ങളുടെ ആ റൂൾ തെറ്റിച്ചുകൊണ്ട് പുറത്തിറങ്ങി. എന്നാ അവനറിയില്ലായിരുന്നു അവനൊരു ഡീമൺ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അവനത് മനസ്സിലാക്കിയപ്പോ അവിടെ പകച്ചു നിന്നു. ഈ ഒരു പയ്യനെ നമ്മൾ ഇതിനു മുൻപും ഡീമൺ സ്ലെയറിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഇവനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സീസണിലെ 17ാമത്തെ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ ആ പയ്യൻ അവനെ ഫോളോ ചെയ്തിരുന്ന ആ ഡീമന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവന്റെ കൂടെയുള്ളവരെ ഒറ്റിക്കൊടുത്തു. ആ ഡീമൺ അവനെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ താമസിച്ചിരുന്ന ആ വീടിന് ചുറ്റും കത്തിച്ചു വെച്ചിരുന്ന വിസ്റ്റോറിയ പൂ അത് അണച്ചു കളഞ്ഞു. അങ്ങനെ അവൻ അവിടെ നിന്നും അവന്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. വളരെ പെട്ടെന്ന് ആ വീടിനകത്തോട്ട് കയറി ആ ഡീമൺ ഉറങ്ങിക്കൊണ്ടിരുന്ന കുറച്ചു പേരെ അങ്ങ് കൊന്നുകളഞ്ഞു. ഇതൊക്കെ കണ്ട് എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ബാക്കിയുണ്ടായിരുന്ന 4 പേരെ ഞാൻ എന്റെ ജീവൻ പോലും നോക്കാതെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാ കണ്ണു കാണാത്ത എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം അതിൽ 3 കുട്ടികൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാ അവരെയും എന്റെ കൺമുമ്പിൽ വെച്ച് ആ ഡീമൺ കൊന്നുകളഞ്ഞു. എന്നാ അപ്പോഴും സായോ എന്ന് പറയുന്ന ഒരു കുട്ടി, അവള് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടത്. എന്റെ പുറകിൽ വന്ന് എന്നെ വിശ്വസിച്ച് ഞാൻ മുമ്പിലുണ്ടെന്നുള്ള ധൈര്യത്തോടെ അവൾ അവിടെ ഇരുന്നു.
അപ്പോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്നെ വിശ്വസിക്കുന്നവരെ എന്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ രക്ഷിക്കും. ഞങ്ങളെയോ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഡീമണെ ഞാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അന്ന് ഞാൻ അതിനെ അടിച്ചു കൊല്ലുമ്പോ അത് നരക തുല്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോഴാ എനിക്ക് എന്റെ ഉള്ളിൽ ഇത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. സത്യം പറഞ്ഞ എന്റെ സ്ട്രെങ്ത് കണ്ട് ഞാൻ തന്നെ പേടിച്ചുപോയി. അന്ന് നേരം വെളുക്കുന്നത് വരെ ആ ഡീമണെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ ഞാൻ അടിച്ചുകൊണ്ടിരുന്നു. സമയം രാവിലെയായി. സൂര്യപ്രകാശം തട്ടിയ ആ ഡീമൺ ആവിയായി പോയി. രാവിലെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒരുപാട് പേർ വന്നു. അവിടെ എന്താ സംഭവിച്ചതെന്ന് അവരെല്ലാവരും സായോയോട് ചോദിച്ചു. എന്നാ അവളെ എന്നെ നോക്കിക്കൊണ്ട്, ഈ നിൽക്കുന്ന ഇയാളില്ലേ, ഇയാൾ ഒരു മോൺസ്റ്ററാ, ഇയാളാ ഇവിടെയുള്ള എല്ലാവരെയും കൊന്നേ എന്നവൾ അവരോട് പറഞ്ഞു. ഇത് കേട്ട് ടാഞ്ചറോ ഒരു ഞെട്ടലോടെ നോക്കുന്നു. ഇതേ റിയാക്ഷൻ ആയിരുന്നു അപ്പോ അത് കേട്ടപ്പോ എനിക്കും ഉണ്ടായിരുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു അന്ന് അവൾ ഒരുപാട് പേടിച്ചതുകൊണ്ട് കൺഫ്യൂസ് ആയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷെ എനിക്ക് അപ്പൊ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവളോടൊരു നന്ദി പറയണം. കാരണം അവൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ആ ഡീമണെ കൊന്നത്. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്താ എനിക്ക് ഇത്രത്തോളം സ്ട്രെങ്ത് കിട്ടിയത്. എന്നാ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്കൊക്കെ അവരുടെ പ്രശ്നമാണ് എപ്പോഴും വലുത്. അന്ന് അതോറിറ്റീസിലെ ആളുകൾ വന്നപ്പോ അവിടെ അങ്ങനെ ഒരു ഡീമൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ ഞാനാ കൊന്നെന്ന് വിചാരിച്ച് അവരെന്നെ അറസ്റ്റ് ചെയ്തു. എന്നാ മാസ്റ്റർ വന്നിട്ടാ എന്നെ അവിടെ നിന്നും രക്ഷിച്ചത്. അന്ന് ആ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചതാ ആരെയും വിശ്വസിക്കില്ലെന്ന്. തുടക്കത്തിൽ ഞാൻ നിന്നെ കാണുന്ന സമയത്തും എനിക്ക് നിന്നിൽ തീരെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആളുകൾ എത്രത്തോളം നല്ലവരാണെന്ന് പറഞ്ഞാലും അവരുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ അവരൊരു പ്രശ്നത്തിൽ പെട്ടുപോകണം. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നീ പേടിച്ചോടിയില്ല. നീ നിന്റെ ജീവൻ പോലും നോക്കാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തു. നിനക്കിത് കേൾക്കുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അധികം ആരും അങ്ങനെ ഒരു സിറ്റുവേഷനില് അവരെയൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരിക്കലും അവരുടെ ജീവൻ പണയം വെക്കില്ല. സോ നീ തീർച്ചയായിട്ടും ഒരുപാടധികം സ്പെഷ്യൽ ആണ് ടാഞ്ചറോ. എനിക്ക് എന്റെ ഉള്ളിലെ കണ്ണുകൾ ഉപയോഗിച്ച് കാണാൻ സാധിക്കും. എല്ലാവരും അവരുടെ ഫ്യൂച്ചറിനെ ആലോചിച്ചാണ് ടെൻഷൻ ആവുന്നത്. സോ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ടാഞ്ചറോ, ഇന്നു മുതൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. പിന്നൊരു കാര്യം, ഇനി എന്തൊക്കെ വന്നാലും ഇനി ഒരിക്കലും നീ ഒരു തെറ്റായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കരുത്. ഇല്ല, എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും ഞാനൊരു തെറ്റായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കില്ല മാസ്റ്റർ എന്ന് ടാഞ്ചറോയും പറയുന്നു. ഇത് കേട്ട് ഹിമജിമെ അവന്റെ തലയിൽ തടവുകയാണ്. ഹേയ് ടാഞ്ചറോ, നീ നിന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, വെരി ഗുഡ് എന്ന് ഹിമജിമ അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാഞ്ചറോ, ഇനോസ്കി, ഗന്യ അവരെ 3 പേരെയുമാണ്. നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ സ്റ്റോൺ ഹേഷറ അങ്ങേര് വേറെ ലെവലാണ്. അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ? എന്റെ അടുത്ത് ഒരു ടാലന്റും ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് സക്സസർ ആയിട്ട് എന്നെ തെരഞ്ഞെടുക്കില്ലെന്ന്. പക്ഷേ ഞാൻ ഡീമൺസിനെ കഴിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവരെന്നെ അവരുടെ സ്റ്റുഡന്റ് ആക്കി മാറ്റിയത്. ലേഡി ഷിനോബോയുടെ അടുത്തോട്ട് പോയിട്ട് എന്റെ ചെക്കപ്പ് എല്ലാം നടത്താൻ വേണ്ടി അവരെന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ലേഡി ഷിനോബോയെ കാണുന്നോ അപ്പൊ അവരൊരു വിചിത്രമായിട്ട് എന്നെ നോക്കും. ഇത് കേട്ട് ടാഞ്ചറോ, അത് ശരിയാ, ഞാനും നിന്റെ പോലെ ആയിരുന്നെങ്കിൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും എനിക്കും ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ലേഡി ഷിനോബോ നിന്നെ ആലോചിച്ച് ടെൻഷൻ ആവുന്നുണ്ടെന്ന്. അതുകൊണ്ടാ അവര് നിന്നെ കാണുമ്പോ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. എന്ത്, നീ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് ഗനിയ. ആ, എനിക്ക് അങ്ങനെയാ തോന്നേ. ഞാനിനി ഗിയോ ടോമിയാക്കോനെ കാണാൻ പോവാ, നീ വരുന്നോ എന്ന് ടാഞ്ചർ അവനോട് ചോദിക്കുന്നു. ഇല്ല, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ ഇതുവരെയും ആ കല്ല് മുഴുവനായിട്ടും നീക്കിയിട്ടില്ല. എന്നെ കൊണ്ട് ബ്രീത്തിങ് സ്റ്റൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് ഇനോസ്കിക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. അത് ശരി, നിനക്ക് ബ്രീത്തിങ് സ്റ്റൈലൊന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞ അവനെ കളിയാക്കുന്നു. സോ 2 പേരും അടിയാവുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ടാഞ്ചറോ ഇനോസ്കിയെ പിടിച്ചു വെക്കുവാണ്. അവന്റെ മേലിൽ കയറിയിരിക്കുന്നു. ഇനോസ്കിക്ക് പിന്നെ അനങ്ങാൻ സാധിക്കുന്നില്ല. എനിക്ക് നിന്റെ ചേട്ടനെ പറ്റി നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ടാഞ്ചറോ അവനോട് എന്തോ കാര്യം പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജെനിറ്റ്സു കഴിക്കാനുള്ള ഫുഡുമായിട്ട് ടാഞ്ചർ അവന്റെ അടുത്തോട്ട് ചെല്ലുന്നതാണ്. ഹേയ് ജെനിറ്റ്സു, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? നീ ഇപ്പോഴും ഈ പാറക്കല്ല് നീക്കിയില്ലേ? ജെനിറ്റ്സു, എന്റെ ഇവിടുത്തെ ട്രെയിനിങ് അവസാനിച്ചു. ഇനി അടുത്ത ട്രെയിനിങ്ങിന് പോവാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഓ ഓക്കെ. ജെനിറ്റ്സു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നീ എന്നോട് അധികം സംസാരിക്കുന്നില്ല. അതെന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഹേ, അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോഴാ എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ ആയതുകൊണ്ടാ ഞാൻ അധികം ആരോടും അങ്ങനെ സംസാരിക്കാഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് ജെനിറ്റ്സ് അവനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണോ? നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്ന് ടാഞ്ചർ അവനോട് പറയുവാണ്. ഹേയ് ടാഞ്ചറോ, നിന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം നീ വളരെ നന്നായിട്ട് എന്നെ ചെയ്യണം. സത്യം പറഞ്ഞ നീ ഒരു നല്ലവനാ ടാഞ്ചറോ. എന്നോട് സഹായം വേണോ ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോഴാണ് ശരിക്കും ജെനിറ്റ്സോടെ മുഖം നമ്മൾ കാണുന്നത്. അവന്റെ തലയിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. അവൻ ആ കത്ത് തുറന്ന് വായിച്ചു നോക്കിയിരിക്കുന്നു. ഇതുവരെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ജെനിറ്റ്സുനെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ടാഞ്ചറോ അവിടെ നിന്നും പുറപ്പെടുവാണ്. ഇതുവരെ ജെനിറ്റ്സുനെ ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. അവൻ എന്തായിരിക്കും സംഭവിച്ചത്? അപ്പോഴാണ് ടാഞ്ചറോ നിസ്കോയെ പറ്റി ആലോചിക്കുന്നത്.
അവളിപ്പോ എവിടെയായിരിക്കും, എന്ത് ചെയ്യുമായിരിക്കും? പാവം ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് കാണും. അങ്ങനെ ടാൻജിറോ ടോമിയാക്കോനെ അന്വേഷിച്ച് ഒരു സ്ഥലത്തോട്ട് വരുന്നു. അപ്പോഴാണ് ആരോ അവിടെ ഫൈറ്റ് ചെയ്യുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. ആരാടാന്നും പറഞ്ഞ് നോക്കുന്ന സമയത്താണ് ടോമിയാക്കോയും സെനമിയും ആയിരുന്നു അത്. സെനമി തന്റെ വിൻഡ് ബ്രീത്തിങ് യൂസ് ചെയ്ത് ഗിയോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഗിയോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ അവന്റെ ആ മരം കൊണ്ടുണ്ടാക്കിയ സ്വോർഡിൽ ചെറിയൊരു പോറൽ വീഴുന്നു. ഇതൊക്കെ കണ്ട് ടാൻജിറോ അവരെ തന്നെ നോക്കി നിൽക്കുവാണ്. കാരണം അവരുടെ രണ്ടുപേരുടെ അറ്റാക്ക് വളരെയധികം സ്പീഡാണ്. പക്ഷെ പണ്ടത്തെ പോലെയല്ല, ടാൻജിറോക്ക് അത് സ്ലോ മോഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിന് കാരണം ഇവൻ ഹാഷിറാസിന്റെ ആ ലെവലിൽ എത്തിയെന്ന് നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഡേയ്, നീ അന്ന് എന്താ പറഞ്ഞേ? നിന്നെ ഞങ്ങളുമായിട്ട് കമ്പയർ ചെയ്യരുത്, നീ വളരെയധികം ഡിഫറെന്റ് ആണ് എന്നല്ലേ എന്ന് സെനമി ടോമിയാക്കോട് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട ടാൻജിറോ ഗിയോ പറഞ്ഞതിന്റെ അർത്ഥം വേറെയാണ് എന്ന് ചിന്തിക്കുവാണ്. പെട്ടെന്ന് തന്നെ ടോമിയാക്കോ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് സെനമിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ സെനമി പെട്ടെന്ന് തന്നെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ടോമിയാക്കോ പെട്ടെന്ന് തന്നെ അവന്റെ റിഫ്ലക്സ് ടെക്നിക് അവന് നേരെ ഉപയോഗിക്കുന്നു. ഇതേ സമയം രണ്ടുപേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ്. രണ്ടുപേരുടെയും ആ സ്വോർഡ് അങ്ങ് പൊട്ടിപ്പോകുന്നു. സോ അവരുടെ രണ്ടുപേരുടെയും അറ്റാക്ക് വളരെയധികം പവർഫുൾ ആയിരുന്നു. സ്വോർഡ് പൊട്ടിപ്പോയാലെന്താ, നമ്മുടെ രണ്ടുപേരുടെയും കൈ അവിടെ തന്നെ ഇല്ലേ? ഇനി കൈ വെച്ചൊരു കൈ നോക്കാം എന്ന് പറഞ്ഞ സെനമി വീണ്ടും ഒരു ഫൈറ്റിന് തയ്യാറാവുന്നു. പെട്ടെന്ന് തന്നെ ടാൻജിറോയുടെ ഇടയിൽ കയറി അത് നിർത്താൻ വേണ്ടി പറയുന്നു. ഹേയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുതെന്ന്? എന്നിട്ടും നീ ഒളിച്ചിരുന്ന് എന്നെ ഒരുമാതിരി സ്പൈ നിരീക്ഷിക്കുന്ന പോലെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണോ? ഏയ്, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഒഹായിക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി തരാം. ഒഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു റെഡ് കളറിലുള്ള ഫുഡാണ്. ബോട്ടമോച്ചി എന്നും പറയും. ഇതൊക്കെ കേട്ട് സെനമി വീണ്ടും ടെൻഷൻ ആവുന്നു. നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഇല്ല ഇല്ല, അങ്ങനെയല്ല. ഞാൻ ശരിക്കും സീരിയസ് ആയിട്ടാ പറഞ്ഞേ. കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോ നിങ്ങളുടെ വീടിനകത്തുനിന്നും നല്ല ഒഹായിയുടെ സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. ഒഹാഗിയും ഗ്രീൻ ടീയും നല്ല കോമ്പിനേഷനാ എന്ന് ടാൻജിറോ പറയുന്നു. ഏയ് സെനമി, നിനക്ക് ശരിക്കും അത് അത്രയും ഇഷ്ടമാണോ എന്ന് ചോദിക്കുവാണ് ടോമിയാക്കോ. ഇത് കേട്ട് ടാൻജിറോ, ഒഹാഗി അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ മുത്തശ്ശി പണ്ട് ഉണ്ടാക്കി തരുമായിരുന്നു. ആ ഒരു ഒഹാഗി കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഒരു എനർജി തന്നെ കിട്ടും എന്ന് പറയാണ് ടാൻജിറോ. എന്നാൽ ഇവൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സെനമിക്ക് തന്നെ കളിയാക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അവന്റെ മോന്ത കിട്ടുന്ന അങ്ങ് കൊടുക്കുന്നു. തെറിച്ചു പോയ ടാൻജിറോ കണ്ണു തുറക്കുമ്പോ താഴെ കിടക്കുന്നതാണ് കാണുന്നത്. സെനമി എവിടെ എന്ന് ചോദിക്കാണ് ടാൻജിറോ. അവൻ വളരെയധികം ദേഷ്യത്തില എങ്ങോട്ടോ പോയി എന്ന് പറയാണ് ടോമിയാക്കോ. ഇത് കേട്ട് ടാൻജിറോ, അപ്പൊ നിങ്ങൾ എന്തിനാ ഫൈറ്റ് ചെയ്തേ എന്ന് ചോദിക്കുന്നു. ഹേയ്, അത് ഫൈറ്റ് ഒന്നുമല്ല, അത് ഹാഷിറ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഞങ്ങൾക്കും ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കുന്നതാണ്. ഓ, അതുകൊണ്ടാണല്ലേ നിങ്ങൾ വുഡൻ സ്വാഡ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്തതാ? ഓ, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഇടയിൽ കയറി വന്ന് ശല്യം ചെയ്തു അല്ലേ? ഏയ്, അങ്ങനെ ഒന്നുമില്ല. ഞാൻ സെനമിയോട് അധികം സംസാരിക്കാറൊന്നുമില്ല. അവനെപ്പോഴും വളരെയധികം ദേഷ്യത്തിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇപ്പൊ എനിക്ക് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് മനസ്സിലായി. അടുത്ത പ്രാവശ്യം ഞാൻ അവനെ കാണുമ്പോൾ ഞാൻ അവനത് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതെ അതെ, നിങ്ങൾ കറക്റ്റ് കാര്യമാ പറഞ്ഞേ. അടുത്ത പ്രാവശ്യം ഞാനും അവരെ കാണുമ്പോൾ ഞാനും അവർക്ക് അത് കൊടുക്കും എന്ന് ടാൻജിറോയും പറയുന്നു. എന്നതൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാക്ക, ഇനി വീണ്ടും അതുപോലെ ഒരു മണ്ടത്തരം കാണിക്കലടാ മണ്ടന്മാരെ എന്ന് പറയുവാണ് അവരോട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പടി ഇറങ്ങി വരുന്ന സെനമീനെയാണ്. ഓ, അവർ രണ്ടുപേരും എവിടെ പോയി? ടോക്കിറ്റോയും ഒബനായും ഇന്ന് അവർ ട്രെയിനിങ്ങിന് വരില്ലേ? അല്ലെങ്കിൽ അവര് വന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ആ ടാൻജിറോ, അവനെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഒന്നും അങ്ങ് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ അവന്റെ പുറകിൽ നിന്ന് എന്തോ ഒരു സാധനം വരുന്നു. അത് പിടിച്ച് അവൻ ഞെക്കി അങ്ങ് പൊട്ടിക്കുന്നു. നോക്കുന്ന സമയത്താണ് അവൻ ആ കാര്യം കാണുന്നത്. ഒരു കണ്ണ്. എന്താ ഇത്? പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്നും മറഞ്ഞു പോകുന്നു. അപ്പോഴാണ് സെനമിക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ഇവിടെ ഈ സ്ഥലം ഡീമൺസിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാസ്റ്ററേയും ലേഡി അമാനയുമാണ്. അവർക്കും എന്തോ ഒരു കാര്യം മനസ്സിലാവുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ആ സ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരാൾ നടന്നു വരുന്നു. പതിയെ നടന്നു വരുന്ന അയാൾക്ക് വേണ്ടി ആ ഗേറ്റ് താനെ ഓപ്പൺ ആവുന്നു. പതിയെ ആ ഗേറ്റിനകത്തോട്ട് കയറിയ അയാൾ സാവധാനം മുന്നോട്ട് നടക്കുന്നു. തളർന്നു നടക്കുന്ന മാസ്റ്റർക്ക് ഈ കാര്യമെല്ലാം തന്നെ അറിയുന്നുണ്ട്. കടന്നുകൊണ്ട് മാസ്റ്റർ ഒന്നങ്ങ് തിരിഞ്ഞു നോക്കുന്നു. അതാ അയാൾ മാസ്റ്ററിന് നേരെ നടന്നു പോകുന്നു. സോ അത് വേറെ ആരുമല്ല, സാക്ഷാൽ മൂസാൻ കിബുക്സുജി. ഇതുവരെ നമ്മൾ കണ്ട എപ്പിസോഡിനകത്തുള്ള സീനയല്ല ഇതിനകത്ത്. ഇവിടെ നിന്ന് കളറും മാറുവാണ്. പതിയെ മൂസാൻ മാസ്റ്ററിന്റെ മുമ്പിലോട്ട് നടക്കുന്നു. കാർമേഘങ്ങളാൽ ചന്ദ്രനെ കാണാതാവുന്നു. ഹലോ, നീ ഇവിടെ എത്തിയോ? നന്നായി. നൈസ് ടു മീറ്റ് യു മൂസാൻ കിബുക്സുജി. തീർച്ചയായിട്ടും ഇത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു, ഉബുയാഷിക്ക്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
എന്റെ പൊന്നോ, അടുത്ത എപ്പിസോഡിന് വേണ്ടി ഒരാഴ്ച കാത്തിരിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതുവരെ ഒരു ഡീമൺ സ്ലെയറിന്റെ എപ്പിസോഡിന് വേണ്ടിയിട്ടും ഞാൻ ഇത്രയും എക്സൈറ്റ് ആയിട്ടില്ല. ഇനി എന്തായാലും ഒരു എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് ഏകദേശം 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു എപ്പിസോഡായിരിക്കും. മാങ്ക വായിച്ചവർക്കറിയാം അതിലിനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് കാണണമെങ്കിൽ എപ്പിസോഡ് തന്നെ റിലീസ് ആവണം. ഈ ഒരു എപ്പിസോഡ് അടുത്ത എപ്പിസോഡിനെ ഇത്രത്തോളം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് അടുത്ത സീസണെ എത്രത്തോളം വെയിറ്റ് ചെയ്യിപ്പിക്കും. എന്തായാലും കാത്തിരുന്നല്ലേ പറ്റൂ. പിന്നെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ എത്ര പേര് ടാഞ്ചറോട് ആ മാർക്കിംഗ് ശ്രദ്ധിച്ചു എന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.